ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഉറക്കക്ഷീണം കേട്ടോ. ഡ്യൂട്ടിയുള്ളതുകൊണ്ട് തന്നെ എന്നെ അലറടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കും. അങ്ങനെ 2 ലൈറ്റും ഓൺ ചെയ്ത്, നമ്മുടെ റൂമിൽ മറ്റേ ഫിസിക്കൽ ലൈറ്റ്സ് അല്ല, ഇങ്ങനെ ടെമ്പററി ലൈറ്റ്സ് ആണുള്ളത്. അങ്ങനെ സ്വന്തമായിട്ടൊരു ഹായും കൊടുത്ത് ഞാൻ എൻ്റെ പ്രഭാത കർമ്മങ്ങൾ കണ്ടിരുന്നു. ആദ്യം തന്നെ ദൈവത്തിനോട് സ്തുതി, ദൈവമേ എന്നൊരു വിളിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ എന്നത്തെയും പോലെ ശീലങ്ങൾ മറക്കാൻ പാടില്ലല്ലോ. കിടന്നുറങ്ങിയ ഷീറ്റും ബെഡ്ഷീറ്റെല്ലാം പെട്ടെന്ന് തന്നെ ഒതുക്കിയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള പരിപാടിയിൽ ഞാൻ റെഡിയായി. വേഗം മൊബൈലെടുത്ത് ഇന്നത്തെ ഷീറ്റ് നോക്കി, ഇന്നത്തെ ഡ്യൂട്ടി ഷീറ്റ് നോക്കി. ഇതാണ് എൻ്റെ ഡ്യൂട്ടി ഷീറ്റ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഡ്യൂട്ടി ഉണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു കവള് വെള്ളം കൂടി, അത് നിർബന്ധമാണ്. പിന്നെ ജർമ്മനിയിൽ പിന്നെ നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും കുപ്പിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കണേ. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ല അസുഖം വരും. അതുകൊണ്ട് എല്ലാവരും കുപ്പിവെള്ളമാണ് കുടിക്കുക. ഒരു കുപ്പി വെള്ളം കുടിച്ച് രാവിലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഭാതകർമ്മങ്ങൾക്ക് ഒരു തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നോളും. കുടിച്ചു കഴിഞ്ഞാൽ 2 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നടക്കും, അതേപോലെ തന്നെ ഉറക്കക്ഷീണം പോകും. പിന്നെ ഞാൻ എൻ്റെ കലണ്ടർ റെഡിയാക്കി. ഇതൊരു കലണ്ടറാണ് കേട്ടോ. ഇതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓരോ ദിവസം മാറുമ്പോഴും നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ എത്രയും പെട്ടെന്ന് റൂമിൽ ലൈറ്റൊക്കെ ഇട്ട് കുളിക്കാനുള്ള ടവലെടുത്ത് നേരെ കുളിമുറിയിലേക്ക്. ഇനി കുളിച്ചിട്ടാവാം ബാക്കി കാര്യം. അങ്ങനെ കുളിക്കാനുള്ള സെറ്റപ്പ് എടുത്ത് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി പോയി. എന്നാലും ഉറക്കക്ഷീണം വിട്ടിട്ടില്ല. കുളി കഴിഞ്ഞാൽ അത് റെഡിയാവും. അങ്ങനെ കുളിയും കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് മേക്കപ്പൊക്കെ നോക്കി, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, വാവും, കുഴപ്പമില്ല. തടി ലേശം കൂടിയിട്ടുണ്ട്, തടി കുറയ്ക്കണം. എന്നാലും ഉറക്കക്ഷീണം പോയിട്ടില്ല. ഒരു വിധേന പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് എത്ര ഉറക്കം വന്നാലും നമ്മളെ ജോലിക്ക് പോകും. അങ്ങനെ ശീലങ്ങളൊന്നും മറക്കാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ അകത്താണ് ഉണക്കിയിടുക, പുറത്ത് ഉണക്കിയിടാൻ പറ്റത്തില്ല, നല്ല തണുപ്പാണ്. അതുകൊണ്ട് വേഗം പോയി കിച്ചണിലെടുത്ത്, ഇന്നലെ ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കർ ബിരിയാണിയാണ് വെച്ചത്, അതും കുക്കർ എഗ് റൈസ്. അങ്ങനെ അത് ചൂടാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. ബാക്കി കാര്യം അടുത്ത